ഹലോ ഗൈസ്, എൻ്റെ കൂടെ കാണുന്ന ഈ രണ്ട് കുഞ്ഞു കാലുകൾ ആരുടെയാണെന്നറിയോ ഗൈസ്? യെസ്, അത് നമ്മുടെ വിനയുടെയാണ്. നമ്മൾ കുക്കർ വാങ്ങാൻ പോവാണ്. നമുക്ക് റൂമിൽ കുക്കർ ഇല്ലാത്തതുകൊണ്ട് വിനയ കുക്കർ വാങ്ങണം എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ അടുത്തുള്ളൊരു കടയിൽ കയറി നമുക്ക് നോക്കിയിട്ട് റേറ്റ് അത്ര നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ പോത്തീസിലേക്ക് നന്ദലത്തിൽ പോയി നോക്കാം എന്നുള്ള പ്ലാനിൽ പോയായിരുന്നു. വഴി വെച്ച് നമ്മൾ നമ്മുടെ മൂസിപ്പെണ്ണിനെ മീറ്റ് ചെയ്തു. പിന്നെ ഞാനും മൂസിയും വിനയും കൂടാണ് ഒപ്പരം പോയത്. വഴിയിൽ നല്ല അത്രേൻ്റെ മണം ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഞാൻ പഠിച്ച സ്കിൽവേഴ്സിറ്റി. IMS എന്നാണ് പേര്. ഇപ്പം നാക്കിലൊക്കെ കുടുങ്ങുന്ന പേരാണ് സ്കിൽവേഴ്സിറ്റി എന്നൊക്കെ. നമ്മുടെ പോത്തീസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായത്. പോത്തീസിലെ ഫസ്റ്റ് ഫ്ലോർ ആ സാരിയുടെ എന്നെ മാടി വിളിച്ചിരുന്നു. പക്ഷേ ഇവരെ ആരെയും മാടി വിളിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ കുക്കർ ഇരിക്കുന്നിടത്തിട്ടാണ് പോയത്. ഒരുപാട് കുക്കറുണ്ടായിരുന്നു, നിരവധി കുക്കറുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ബജറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുക്കറാണ് അവൾ നോക്കിയത്. നല്ല 3 ലിറ്ററിൻ്റെയൊക്കെ ആയിരുന്നു നോക്കിയത്. പിന്നെ അവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും മൂസിനെയും ഒരാവശ്യമില്ലാതെ കറങ്ങി. ഇതാണ് ഞങ്ങളെടുത്ത കുക്കർ. വളരെ ക്യൂട്ട് കുക്കർ എന്നാണ് ഇതിനെ വിനയ പറഞ്ഞത്. പിന്നെ എൻ്റെ മെയിൻ സ്ഥലത്തേക്ക് പോയി, സാരിയുടെ സെക്ഷൻ. എനിക്ക് ഈ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല രസമുണ്ടായി. പിന്നെ ഞാൻ ഈ കാണുന്ന ബ്രഹ്മാണ്ഡമായ ഉടുപ്പൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ വെളിയിൽ കുറച്ച് നേരം വന്നിരുന്നു. മൂസിനാണെങ്കിൽ അവിടെ ഇരുന്ന ചെടിയൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പിച്ചിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് തള്ള വൈബ്. പിന്നെ വിനയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോയിട്ട് ആ പൂ പിച്ചിക്കൊണ്ട് വന്നു. പിന്നെ പ്രഹസനങ്ങളായിരുന്നു, ഭയങ്കര ക്യൂട്ടിപ്പൈജമയിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരിരുന്നുകൊണ്ട്. ഞാൻ മുമ്പ് വന്നിട്ടില്ല, എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്യാമറയിൽ നോക്കി എന്നെ തന്നെ ഇങ്ങനെ പകർത്താൻ. നല്ല രസമുണ്ടായി ആ പൂ കാണാനും. പിന്നെ നമ്മൾ കുറച്ച് നേരം കൊറിയൻ സ്റ്റൈൽ പിടിക്കാൻ നോക്കിയതാണ്. വിനി ഇതിൻ്റെ ആളാണ്, പക്ഷേ ഞാനും മൂസിനെയും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനി ഫുഡ് വാങ്ങാൻ കയറി. വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയി. പിന്നെ എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായി. എനിക്ക് എപ്പോഴും നല്ല തൊണ്ടവേദനയാണ്. ഈ ഇരിക്കുന്നത് എൻ്റെ പുസ്തകങ്ങളാണ്, ഇത് കാണുമ്പോഴൊരു അഭിമാനമുണ്ട്. പിന്നെ സമൃദ്ധിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചു ഞാൻ. അവിടെയാണ് ഈ ടൈമിൽ കഞ്ഞിയൊക്കെ കിട്ടണത്. അപ്പോൾ അവിടെ പോയി കഞ്ഞി കുടിച്ചു. പിന്നെ അതാ ഈ ഒരു സോങ് ക്ലാസ്മേറ്റിൽ ഇതുണ്ടാക്കുന്നൊരു നോവ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ഫീലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. എന്തോ എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഈ ഒരു സോങ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ ഉണ്ടാകും. എൻ്റെ കോളേജ് ടൈമൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു. കാരണം എൻ്റെ കോളേജ് ടൈം നല്ല രസമില്ലായിരുന്നു, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും മൂസിനായും കൂടെ ഈ പാട്ട് കുറേ നേരം അവിടെ സമൃദ്ധിയിൽ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ റൂമിൽ വന്ന് ചക്ക വെട്ടി കണക്കങ്ങ് കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. ബൈ.